ഈ ഒരു സംഭവം കണ്ട, ചക്ക പുഴുങ്ങിയതും അതുപോലെ തന്നെ ചമ്മന്തിയും. ഈ ഒരു പീസ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതാ ഈ ചമ്മന്തിയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, സെറ്റാക്കിയിട്ട്. എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. ചമ്മന്തിയിൽ അത്യാവശ്യം എരി ചേർക്കണം. കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൊളിയായിരിക്കും. ഫുഡ് അടിപൊളിയാ. എന്നൊരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ ഇങ്ങനെ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വാഷ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ അകത്ത് കംപ്ലീറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ മറ്റ് പണികളൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്കിപ്പ് ചെയ്യും. പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ കാരണം നമ്മളോട് ഏത് ജോലി പറഞ്ഞാലും നമ്മൾ മടി കാണിക്കും. പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല. അത് എത്ര റിസ്ക് ആണെങ്കിലും നമ്മൾ ആൺകുട്ടികൾ അത് ചെയ്തിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഈ കാര്യത്തിൽ നമ്മൾ മടി കാണിക്കാറില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വഴക്ക് കേൾക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. വീട്ടിലെ മറ്റുള്ള പണികളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. എത്ര റിസ്ക് പിടിച്ചും നമ്മൾ വണ്ടികൾ നോക്കും. വണ്ടികളാണല്ലോ നമ്മുടെ മുത്ത്. അങ്ങനെ നമ്മുടെ 2 ടയർ നമ്മൾ കഴുകി കുട്ടപ്പനാക്കി എടുക്കുമ്പോഴേക്കും കറണ്ട് പോയി. അതുകൊണ്ട് തന്നെ പ്രഷർ വാഷർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മോട്ടറിലാണെങ്കിൽ വെള്ളവുമില്ല. അപ്പോൾ നമ്മൾ അവിടെ വെച്ചു. കറണ്ട് വന്നാൽ ചെയ്യാമെന്ന് കരുതി നമ്മൾ നേരെ നമ്മുടെ വയലിലോട്ട് പോയി കേട്ടോ. അപ്പം വെള്ളമൊന്നും അത്യാവശ്യം വലിയ രീതിയിലൊന്നും കയറിയിട്ടില്ല. എന്നാലും അത്യാവശ്യം മീനുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ ഈ സ്വർഗം ഭൂമിയിലാണ്, അല്ലെങ്കിൽ ഭൂമിയാണ് സ്വർഗം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതാ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ നിങ്ങൾ? ഇത് പിന്നെ സ്വർഗം എന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയുക? സ്വർഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചത്ത് കഴിഞ്ഞാൽ ആരും സ്വർഗത്തിലൊന്നും പോകില്ല കേട്ടോ. കാരണം അങ്ങനെ ഒരു സംഭവമില്ല. ഈ കാണുന്നതൊക്കെയാണ് സ്വർഗം. ഇത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതി ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ചത്ത് കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലോട്ട് പോകുമെന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളെ മടൽ വെട്ടി അടിക്കൂലേ? ഇതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഒരു നഴ്സിംഗ് കോളേജ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കോളേജാണ്. ഇതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് നമ്മുടെ ദേശീയ പക്ഷികളെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് കേട്ടോ. ഇപ്പം ഏതായാലും കാണുന്നില്ല. ഇവിടെ ഒരു പട്ടിക്കുട്ടനെ കാണുന്നുണ്ട്. ആളിച്ചിരി പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഒരു വെറൈറ്റി പട്ടിക്കുട്ടൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്വർഗം കേട്ടോ. അല്ലാതെ ചത്തു കഴിഞ്ഞാൽ ആരും ഇതുവരെ സ്വർഗത്തിലൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ സ്വർഗം ഉണ്ടല്ലോ ഭൂമിയിൽ, ഇവിടെ ഓരോ സെക്കൻഡിലും നമ്മളെ ജീവിതം നമ്മൾ ആസ്വദിക്കുക. മറ്റുള്ള ആൾക്കാരോടുള്ള കലുഷമോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ സൗകര്യത്തിന്, നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ജീവിക്കുക. ഈ സുന്ദരമായിട്ടുള്ള ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി തന്നതിൽ തന്നെ നമ്മൾ ഈ പ്രകൃതിയോട് നന്ദി പറയണ്ടേ. ഇവിടെയൊക്കെ പൈക്കളെ വയ്ക്കാനായിട്ട് ഒരുപാട് ഏച്ചിമാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ പൈക്കളുണ്ട് കേട്ടോ. ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അവസരം തന്ന പ്രകൃതിയല്ലേ ശരിക്കും നമ്മുടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രകൃതിക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഇതൊന്ന് കണ്ടു നോക്കിയ ഗൈസ്, എത്രത്തോളം മനോഹരമാണ് ഈ ഒരു സംഭവം.